എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് വെള്ളരിക്ക കിട്ടിയിരുന്നു കേട്ടോ. വെള്ളരിക്ക മുരിയാൻ കൈ വെച്ചിട്ടൊരു കറിയാണ്, സിമ്പിള് ഒഴിച്ചുകറി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വെള്ളരിക്കൊന്ന് മുറിച്ചെടുക്കട്ടെ. വെള്ളരിക്ക ഇപ്പോൾ വിഷയമല്ലേ, അപ്പോൾ വെള്ളരിക്ക നല്ല ഭംഗിയുള്ള വെള്ളരിക്ക. ചെറിയുള്ളി വളരെ ഭയങ്കര ചെറുതായി. ഓ നല്ല മൂത്തുണ്ട് കേട്ടോ. ഒറ്റ വിട്ട് മുറിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തല്ല് പറഞ്ഞല്ലേ. ഇന്ന് പരീക്ഷ, ഇന്നുണ്ടെങ്കിൽ മലയാളം പരീക്ഷയാണ്. എങ്ങനെയുണ്ടെന്ന് എഴുതി വന്നിട്ട് പറയാം കേട്ടോ. സൂപ്പറായിരിക്കും. എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് തന്നെ പോകണം. മലയാളമൊക്കെ സിമ്പിളാണ്. ഫസ്റ്റൊക്കെ സിമ്പിളാ, സെക്കൻഡ് എന്താ കുഴപ്പം? അതാണ് ഇത്ര ടഫ് വരിക. ഫസ്റ്റ് സിമ്പിളായ സെക്കൻഡ് ടഫാക്കും. പഠിക്കുന്നവർക്ക് എന്തും സിമ്പിളാണ്. ഒന്ന് നന്നായി പഠിക്കൂട്ടാ. ഞാൻ സത്യമാണ് പറയുന്നത്, ഒന്ന് പഠിക്കോളൂ. ഈ അച്ഛൻ എന്നെ വെറുതെ നിരുത്സാഹപ്പെടുത്തുക. വെറുതെ വന്നിട്ട് ഒരു ചളി അടിക്കും. വെറുതെ വന്നിട്ട് ഒരു ചളി അടിക്കും. ഞാൻ ഈ വെള്ളരിക്കൊന്ന് മുറിക്കെടുക്കട്ടെ. കുറച്ച് തേങ്ങ, കുറച്ച് ഞാൻ പറഞ്ഞു പകുതി വൈകിട്ടോ. അച്ഛൻ ഇച്ചി ഇച്ചിന്ന് മാത്രമേ പറയുള്ളൂ. ഇത് കിലുങ്ങ് കിലുങ്ങ് കിലു കിലു കിലുന്ന്. നമുക്ക് കറി വയ്ക്കാം. ഇതൊരു ചെറിയ വെള്ളരിക്ക, 2 മുരിങ്ങക്കായ് ഇട്ടാം. ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് വേകട്ടെ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, ഒരു 4 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇതിലിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി അരച്ചിട്ട് വരാം. നമുക്ക് വെള്ളരിക്ക മുരിങ്ങക്കായ് വന്താൻ നോക്കാം. ചെറുതായിട്ട് വന്നു കേട്ടോ. ഇതിലേക്ക് വലിയൊരു മാങ്ങ, മാങ്ങ ഒന്ന് വേകട്ടെ. മാങ്ങ വന്താ നോക്കാം. ഇനി നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മാങ്ങയൊക്കെ നന്നായി വെന്തു. കുറച്ചും കൂടി ചാറ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായി കുറുകിയിട്ട് സ്പെഷ്യൽ കറിയാണ്. അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ചെറുതായിട്ട് തിളച്ചാൽ മതി. കറി ഒന്ന് ചെറുതായിട്ട് തിളച്ചു കൊടുക്കാം. ഇത്രയും മതി. ഓഫാക്കുക. ഞാൻ താളിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 4-5 ചെറിയുള്ളി, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില.
ഇത് മൂത്ത് വരട്ടെ. പോക കറി അടിപൊളിയല്ലേ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വെക്കണ കറിയല്ലത്. ചോറ് വെന്തു കൂട്ടാ, നന്നായി വെന്തു. ചോറ് ഊറ്റിയെടുക്കട്ടെ. ചോറ് നല്ല വെന്തല്ലോ, ഇന്ന് നേരത്തെ ചോറ് വെന്തു കേട്ടോ. മുട്ട വരിക്കാൻ കേട്ടോ. ഉണ്ണിക്ക് ഉച്ചക്കലാണ് പരീക്ഷ. ഇത് ഏട്ടന് ചോറ് കൊണ്ടുപോയി. വേഗട്ടെ. എന്ത് മുട്ട മറിച്ചിടനേ, മുട്ട മറിച്ചിടനേ, ഈ മരുന്ന പോരാട്ടമാണ്. എന്താ തള്ളു. കുറച്ച് കൊള്ളാം, ഇന്നലെ പോട്ടെ. റെഡിയായി. ആ ശരി. ചോറ് തരാം നടക്ക്. ഇതെന്താണ് കാണിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഗൈസ്? മുട്ട പൊട്ടിച്ചിട്ടിട്ട് പൊട്ടാണ്ട് എടുക്കും, എന്നിട്ട് പൊട്ടിക്കും. എന്താ അല്ലേ? സത്യനല്ല, എന്ത് സ്വഭാവം അത്. കുട്ടിക്ക് ഇന്നലെ വാച്ച് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടാ. വാച്ചില്ലേ അവൾക്ക്, പരീക്ഷയ്ക്ക് പോകുമ്പോൾ സമയം അറിയില്ല. അതുകൊണ്ട് അച്ഛൻ ഇന്നലെ വാച്ച് വാങ്ങിയിട്ട് വന്നതാണ്. വില കുറവിൻ്റെ കേട്ടാ. വാച്ച് ഒന്ന് കാണിച്ചു കൊടുക്ക്, ഭംഗിയുണ്ടോ നോക്കട്ടെ. പിങ്കാണ് ഗൈസ്, എന്നാ കൂട്ട് പിങ്ക്, നല്ല രസമാണ്. ഭംഗിയുണ്ടോ? എന്താ ബൊമ്മക്കുട്ടിയൊക്കെ ആയിട്ട്. വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, പക്ഷെ ഞാൻ കാണിക്കില്ല. സമയമൊക്കെ കറക്റ്റാണ് കേട്ടാ. അതെ അതെ, അതാണ് വേണ്ടത്. പിന്നെ പരീക്ഷയ്ക്ക് പോകണം. ചോറ് തരാം. ചാച്ചാ പോയിട്ട് വരാം. കൂട്ടാൻ എങ്ങനെയുണ്ട് ഉണ്ണി? നോക്കട്ടെ. ഇത് ഉച്ചയ്ക്ക് പോകണ കഴിക്കണ്ട, സ്കൂളിലേക്ക് പോവാണ്. ഉച്ചയ്ക്കല്ല പരീക്ഷ, കൊണ്ടുവിടാൻ പോകണം ഞാനും. നിർബന്ധമൊന്നുമില്ല. ഇവിടുന്ന് ആരുമില്ല, ഒറ്റയ്ക്ക് പോകണം. കൂട്ടാൻ്റെ ടേസ്റ്റ് ഒന്നും പറയണ്ടല്ലോ, എല്ലാവരും വെക്കണതല്ലേ. അപ്പോൾ ഹായ്. സ്കൂൾ കൊണ്ടുവിടും, സ്കൂൾ കൊണ്ട് വിടട്ടെ കേട്ടാ. ഇത് തുറന്നിട്ട് ഇത് അടച്ചിട്ട് അതും അടച്ച് ഇതും അടച്ച്. എന്താ ബുദ്ധി? അതിവിടെ കാക്കപ്പൂരുവാ. ഇഷ്ടം പോലെ കാക്കയുണ്ട്. അതൊക്കെ കാക്കയാണ്. ഇതെന്തോ ആണ് എന്തേ അതെന്തെങ്കിലും ആവട്ടെ. പോയിട്ട് വരാം. നോക്ക് ഒരു ലോഡ് കാക്കണം. മൈ ഗോഡ്, ലോകം മൊത്തം കാക്ക ഇവിടെയുണ്ട്.